ഹാൻഡ വൈറസ് ഭീതിയിലാണ് ലോക രാജ്യങ്ങൾ. നമ്മളും ആ ഭീതിയിൽ നിന്ന് മുക്തരല്ല. ഈ ഹാൻഡ വൈറസ് അർജന്റീന, സ്പെയിൻ ആഡംബര കപ്പലിലെ 176 യാത്രക്കാരുണ്ടായിരുന്ന കപ്പലിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിൽ 3 യാത്രക്കാർ ഇതിനകം തന്നെ മരിച്ചു. കപ്പലിലുണ്ടായിരുന്ന ചില ആളുകൾ അവരുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ഇറങ്ങി പോവുകയും ചെയ്തു. മരിച്ച ഒരാളുടെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ട് നാട്ടിലെത്തുമ്പോൾ അവരും മരിച്ചുപോയി. ഈ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് എലിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരുതരം വൈറസ് രോഗമാണ് എന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തിയിരിക്കുന്നത്, കണ്ടെത്തിയിരിക്കുന്നത്. മുമ്പ് കേരളത്തിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം. 1964 70 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഈ ഒരു രോഗത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എലിപ്പനിയെക്കുറിച്ച് കേൾക്കുമ്പോഴറിയാം എലിപ്പനി എങ്ങനെയാണ് വരുന്നത്. എലിപ്പനി വരുന്നത് നമ്മൾ മലിനജലത്തിൽ, പ്രത്യേകിച്ച് മഴക്കാല രോഗങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് എലിപ്പനി. പകർച്ചവ്യാധി കൂടിയാണ്. ഈ എലിപ്പനി വരുന്നത് മലിനജലം, കെട്ടിക്കിടക്കുന്ന വെള്ളം, ഇതിലൊക്കെ എലി കാഷ്ടിക്കുകയും എലിയുടെ മൂത്രം വീഴുകയും എലിയുടെ അവശിഷ്ടങ്ങളൊക്കെ വീഴുകയാണെങ്കിൽ ആ വെള്ളം, മലിനജലം നമ്മുടെ മുറിവുകളിൽ, കാലിലെയോ കയ്യിലെയോ മുറിവുകളിൽ പറ്റി അതിലൂടെ ബാക്ടീരിയ ആക്രമിച്ച് ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ് എലിപ്പനി എന്ന് പറയുന്നത്. ഈ എലിപ്പനി ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഒരു പരിധിവരെ എന്നല്ല, 99% ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു ബാക്ടീരിയ ബാധ മൂലമുണ്ടാകുന്ന രോഗമാണ് എലിപ്പനി. എന്നാൽ ഇതേ കാര്യങ്ങൾ എലിയുടെ അവശിഷ്ടങ്ങൾ, എലിയുടെ വിസർജ്യ വസ്തുക്കളും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ പൊടി, അതിൻ്റെ സ്മെല്ല് മൂക്കിലൂടെ കയറി നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ് ഈ പറയുന്ന ഹാൻഡ വൈറസ് ആക്രമണം എന്ന് പറയുന്നത്. ഈ ഹാൻഡ വൈറസ് ആക്രമണം, അതിന് ഒരു ചരിത്രമൊക്കെ ഉണ്ട്. ഇന്നത്തെ മിക്കവാറും പത്രങ്ങളിലൊക്കെ വലിയ വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേര് വന്ന വഴി ഇങ്ങനെയാണ്. 1951-53 കാലത്ത് കൊറിയൻ യുദ്ധസമയത്ത് 3000ഓളം സൈനികരെ ബാധിച്ച കൊറിയൻ ഹെമറേജിക് ഫീവർ എന്ന രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിന് ശാസ്ത്രകാരന്മാർ നടത്തിയ അന്വേഷണത്തിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്നാണ് ഈ ഒരു വൈറസിനെ കണ്ടെത്തുന്നത്. 1978 ദക്ഷിണ കൊറിയയിലെ ഹാൻ നദീതീരത്ത് കാണപ്പെടുന്ന സ്ട്രൈപ്പഡ് ഫീൽഡ് എലികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഹാൻഡാൻ വൈറസാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. വ്യക്തമായി കാണും പ്രേക്ഷകർക്ക്. 1951-53 കാലഘട്ടത്തിൽ കൊറിയൻ യുദ്ധം സമയത്ത് 3000ഓളം സൈനികർക്ക് ഒരു അജ്ഞാത രോഗം ബാധിച്ചു. ആ രോഗത്തെക്കുറിച്ചുള്ള പഠനം, എന്ത് രോഗമാണ് എന്ന പഠനത്തിന് 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് ഉത്തരം ലഭിക്കുന്നത്. അത് കൊറിയയിലെ ഹാൻ ദ്വീപിൽ കാണപ്പെടുന്ന ഒരുതരം എലികൾ, അതിൻ്റെ പേര് സ്ട്രൈപ്ഡ് ഫീൽഡ് എന്ന എലികളിൽ കാണപ്പെടുന്ന ഒരുതരം വൈറസാണ്. അങ്ങനെ ഹാൻ ദ്വീപിലെ എലികളിൽ കാണപ്പെടുന്ന വൈറസിൽ നിന്ന് ഈ രോഗം പടരുന്നത് കൊണ്ട് അതിന് ഹാൻസ് എന്ന പേര് വന്നു. നമ്മുടെ ഹാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഹാൻഡ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹാൻസ് എന്നോ ഹാൻഡ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന്, ഹാൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശംഭു, അങ്ങനെ ലഹരി വസ്തുക്കളായി. ഹാൻഡ വൈറസ്, ഹാൻ എന്ന ദ്വീപിലെ സർവ്വസാധാരണമായി കാണുന്ന എലികളിൽ നിന്നുള്ള വൈറസ് ആയതുകൊണ്ടാണ് ഹാൻഡ എന്ന പേര് ഈ രോഗത്തിന് വരുന്നത്. ഈ രോഗത്തിന് പ്രത്യേകമായ മരുന്നുകളൊന്നും തന്നെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് വേഗം പകരുന്നതാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർ കൃത്യമായി അറിയാം. നമ്മുടെ കോവിഡ് സമയത്തൊക്കെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് അതിവേഗം ശ്വാസനിശ്വാസങ്ങളിലൂടെ വളരെ വേഗം ഈ രോഗം പകർന്നിരുന്നു. അതാണ് നമ്മൾ ലോകമെങ്ങും അടച്ച് പൂട്ടിയിരുന്ന അവസ്ഥ. ലോക്ക്ഡൗൺ കാലഘട്ടമൊക്കെ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. അപ്പോൾ കോവിഡ് എന്ന മഹാമാരിക്ക് സമാനമാണ് ഹാൻഡ വൈറസിൻ്റെ ആക്രമണം എന്നത് വളരെ ജാഗ്രതയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഒരു ആഡംബര കപ്പലിൽ എങ്ങനെ എലികൾ കയറി എന്നത് മറ്റൊരു അന്വേഷണം. കാരണം ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ, ഇത്രയും ശുചിത്വം ഒക്കെ ഉള്ള ഒരു ആഡംബര കപ്പലിൽ, ആഡംബര നൗകയിൽ എങ്ങനെ എലികളെത്തി, എലികളുടെ ഉച്ഛിഷ്ടങ്ങളിൽ വിസർജ്യ വസ്തുക്കളിൽ നിന്നുള്ള വൈറസ് എങ്ങനെ ഈ യാത്രക്കാരിലെത്തി എന്നതൊക്കെ വലിയ ചോദ്യചിഹ്നമാണ്. എലികളിലെത്താനുള്ള സാഹചര്യം ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഭക്ഷണ സാധനങ്ങൾ ഏതെങ്കിലും തുറമുഖത്ത് നിന്ന് കപ്പലിൽ കയറ്റി ലോഡ് ചെയ്യുമ്പോൾ ആ പെട്ടിക്കുള്ളിലോ മറ്റോ എലികൾ ഉണ്ടായിരുന്നിരിക്കാം, എലികളുടെ വിസർജ്യ അവശിഷ്ടം ഉണ്ടായിരുന്നിരിക്കാം. അത് ആയിരിക്കാം ഈ രോഗ കാരണമായി വന്ന വൈറസ് ബാധയ്ക്ക് കാരണമെന്ന് ഒരു നിഗമനമുണ്ട്.
അങ്ങനെ ഒരു നിഗമനമാണെങ്കിലും ആഡംബര കപ്പലിൽ ഇങ്ങനെ ഒരു വൈറസ് ബാധ ഉണ്ടായത് ലോകാരോഗ്യ സംഘടനയെ തന്നെ നടുക്കിയിട്ടുണ്ട്. ഇനി ഇവർ ഈ രോഗബാധിതർ പല സ്ഥലങ്ങളിലേക്കും പോയി. നമ്മൾ മുമ്പ് റൂട്ട് മാപ്പൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ശൈലജ ടീച്ചറിൻ്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വകുപ്പും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുമൊക്കെ റൂട്ട് മാപ്പൊക്കെ കണ്ടുപിടിച്ച് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് പെട്ടെന്ന് ക്വാറന്റൈൻ ചെയ്ത സംഭവമൊക്കെ നമുക്കറിയാം. ഈ ഹാൻഡ വൈറസ് ലോകമെങ്ങും മലയാളികൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഹാൻഡ വൈറസ് ഉള്ള വ്യക്തികൾ ആരുമൊക്കെയായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. കേരളവും ഈ ഒരു ഈ രോഗബാധയിൽ നിന്ന് മാറി നിൽക്കുന്ന സംസ്ഥാനമല്ല. അതുകൊണ്ട് ജാഗ്രത പുലർത്തുക. ജാഗ്രത പുലർത്താൻ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് ഈ സയൻറ്റിസ്റ്റുകൾ നൽകുന്ന നിർദ്ദേശം, ഒന്ന്, ഈ മഴവെള്ളം കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലും വെള്ളത്തിലുമൊന്നും നഗ്നപാതരായൊക്കെ ചെന്ന് ഇറങ്ങാതിരിക്കുക. അതിനകത്തുനിന്ന് അണുക്കൾ, അതായത് ബാക്ടീരിയ, എലിപ്പനി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. 2, ഈ അടച്ചിട്ട മുറികൾ, സ്റ്റോർ റൂമുകൾ അങ്ങനെയൊക്കെ വൃത്തിയാക്കുമ്പോൾ അവിടെയൊക്കെ ഒരുപക്ഷെ എലിയുടെയോ ഒക്കെ വിസർജ്യ അവശിഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലൈബ്രറികളൊക്കെ, അവിടെയൊക്കെ എലികളുടെ വിസർജ്യ അവശിഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഇടങ്ങളിൽ പോകുമ്പോൾ മാസ്കും കയ്യുറയും സാനിറ്റൈസറും ഒക്കെ നിർബന്ധമാക്കണമെന്ന ഒരു നിർദ്ദേശവുമാണ് ആരോഗ്യ വകുപ്പ്, സംസ്ഥാന ആരോഗ്യ വകുപ്പല്ല, ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പുകൾ. ഏതായാലും ഹാൻഡ വൈറസ് ലോകമാകെ ആരോഗ്യ മേഖലയെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. നമുക്ക് ജാഗ്രതയോടെ അതിനെ ചെറുത്ത് തോൽപ്പിക്കാം.